ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തോടെ ഗാസ മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടി. ട്രംപിനെ പോലും അറിയിക്കാതെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാണ്. UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. 23 മാസമായി തുടരുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദിമോചനത്തിനുമുള്ള ഏക സാധ്യത ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളായിരുന്നു. ഭൂരിഭാഗം ബന്ദികളുടെ മോചനവും മാനുഷിക സഹായമെത്തിക്കലും സാധ്യമാക്കിയത് ഈ ഇടപെടലുകളാണ്. എന്നാൽ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്ന രാജ്യത്തെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചത് സ്ഥിതി സങ്കീർണമാക്കി. മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഖത്തർ പറയുമ്പോഴും ഇനിയൊരു ചർച്ച എന്ന് നടക്കുമെന്ന് ആർക്കും അറിയില്ല. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് മാത്രം 14 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ 2 വീടുകൾ തകർത്തു. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. ഖത്തറിന്റെ പ്രതികരണം തിരിച്ചടിക്ക് അവകാശമുണ്ടെന്ന പ്രസ്താവനയിൽ ഒതുങ്ങുമെന്നാണ് വിലയിരുത്തൽ. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പ്രതിഷേധത്തിൽ ഖത്തറിനൊപ്പമുണ്ടെങ്കിലും തുടർ നടപടിയെക്കുറിച്ച് വ്യക്തതയില്ല. ട്രംപിനെ പോലും അറിയിക്കാതെയാണ് ഇസ്രായേൽ ആക്രമണം ആസൂത്രണം ചെയ്തത്. 10ലേറെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഖത്തർ വ്യോമപരിധിക്ക് പുറത്തുവെച്ച് തന്നെ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ അസാധാരണ നീക്കം ശ്രദ്ധയിൽപ്പെട്ട US സൈന്യം ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാത്രമാണ് നടപടിയെക്കുറിച്ച് അമേരിക്ക അറിയുന്നത്. മേഖലയിൽ നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ടായിട്ടും ഇത്തരമൊരു ആക്രമണം തടയാനായില്ല എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക ഉയർത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.